അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ നാഥനായ കർത്താവേ, അങ്ങയുടെ നാമം ഭൂമിയിലെങ്ങും എത്ര മഹനീയമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ നാഥനായ കർത്താവേ, അങ്ങയുടെ നാമം ഭൂമിയിലെങ്ങും എത്ര മഹനീയമാകുന്നു. ആകാശത്തിനു മീതെ അങ്ങയുടെ മഹത്വം അങ്ങ് സ്ഥാപിച്ചിരിക്കുന്നു. പ്രതികാരം ചെയ്യുന്ന ശത്രുക്കൾ നിശബ്ദരാകേണ്ടതിന് യുവാക്കളുടെയും ബാലകരുടെയും അധരങ്ങളിൽ അങ്ങ് സ്തുതിയൊരുക്കി. അങ്ങയുടെ കരവിരുതായ ആകാശവും അങ്ങ് സ്ഥാപിച്ച ചന്ദ്രതാരങ്ങളും അവർ ദർശിച്ചു. അങ്ങ് മനുഷ്യനെ ഓർമ്മിക്കാൻ അവൻ ആരാണ്? അവനെ സന്ദർശിക്കാൻ അവനെന്ത് മേന്മയുണ്ട്? അങ്ങ് അവനെ മാലാഖമാരേക്കാൾ അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും അവനെ അണിയിച്ചു. അങ്ങയുടെ കരവേലയുടെ മേൽ അവന് ആധിപത്യം നൽകി എല്ലാം അവന്റെ പാദത്തിൻ കീഴിലാക്കി. ആടുമാടുകളെയും വന്യമൃഗങ്ങളെയും ആകാശപ്പറവുകളെയും ആഴിയിലെ മത്സ്യങ്ങളെയും അവന് കീഴ്പ്പെടുത്തി. ഞങ്ങളുടെ നാഥനായ കർത്താവേ, അങ്ങയുടെ നാമം ഭൂമിയിലെങ്ങും എത്ര മഹനീയമാകുന്നു. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കും. അവിടുത്തെ അത്ഭുത പ്രവൃത്തികളെല്ലാം വിവരിക്കും. ഞാൻ അങ്ങിൽ ആഹ്ലാദിച്ചുല്ലസിക്കും. അത്യുന്നത അങ്ങയുടെ നാമം ഞാൻ പാടി പുകഴ്ത്തും. എനിക്ക് വേണ്ടി അങ്ങ് പകരം ചോദിച്ചു. അങ്ങ് നീതി നിർവഹിച്ചു. നീതിമാനായ വിധിയാള, അങ്ങ് ന്യായാസനത്തിൽ ഇരിക്കുന്നു. അങ്ങ് ജനതകളെ ശാസിച്ചു, ദുഷ്ടരെ നശിപ്പിച്ചു. അവരുടെ നാമം എന്നേക്കുമായി മായ്ച്ചു കളഞ്ഞു. എന്റെ വൈരികൾ വാളാൽ നശിച്ചു. അവരുടെ നഗരങ്ങൾ അങ്ങ് ഉന്മൂലനം ചെയ്തു. അവരുടെ ഓർമ്മ പോലും ഇല്ലാതാക്കി.
കർത്താവ് എന്നേക്കും നിലനിൽക്കുന്നു. ലോകത്തെ നീതിപൂർവം വിധിക്കുന്നതിന് ജനതകളെ ന്യായവിധി ചെയ്യുന്നതിനുമായി സിംഹാസനം സജ്ജമാക്കിയിരിക്കുന്നു. കർത്താവ് ദരിദ്രരുടെ അഭയസങ്കേതവും ദീർഘകാലത്ത് അവരുടെ സഹായകരമാകുന്നു. അവിടുത്തെ നാമം അറിയുന്നവരെല്ലാം അവിടുന്ന് പ്രത്യാശയർപ്പിക്കും. കർത്താവെ, അങ്ങേ തേടുന്നവരെ അങ്ങ് ഉപേക്ഷിക്കുകയില്ല. സിഹിയോനിൽ വസിക്കുന്ന കർത്താവിന് കീർത്തനങ്ങൾ ആലപിക്കുവിൻ. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ജനതകളെ അറിയിക്കുവിൻ. കർത്താവേ, എന്നിൽ കനിയണമേ. വൈരികൾ എന്നെ കീഴടക്കിയിരിക്കുന്നത് കാണണമേ. മരണകവാടത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. സിഹിയോൻ പുത്രിയുടെ കവാടങ്ങളിൽ അങ്ങയുടെ അത്ഭുത കൃത്യങ്ങൾ ഞാൻ വിവരിക്കും. അങ്ങ് നൽകിയ രക്ഷയിൽ ഞാൻ ആഹ്ലാദിക്കും. ജനതകൾ കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീണു. അവർ വച്ച കെണിയിൽ അവരുടെ കാലുകൾ കുടുങ്ങി. കർത്താവിന്റെ ന്യായവിധികൾ അവിടുന്ന് വിളംബരം ചെയ്യുന്നു. സ്വന്തം ചെയ്തികളിൽ ദുഷ്ടർ കുടുങ്ങിപ്പോകും. ദുഷ്ടരും ദൈവത്തെ മറക്കുന്നവരും ശിയോനിൽ പതിക്കും. പാവപ്പെട്ടവർ നിത്യമായി വിസ്മരിക്കപ്പെടുകയില്ല. ദരിദ്രരുടെ പ്രത്യാശ അങ്ങ് ഒരിക്കലും വ്യർത്ഥമാക്കുകയില്ല. കർത്താവേ, എഴുന്നേൽക്കണമേ. മനുഷ്യൻ അങ്ങേക്കെതിരെ പ്രബലനാകാതിരിക്കട്ടെ. ജനതകൾ തിരുസന്നിധിയിൽ വിധിക്കപ്പെടട്ടെ. അവർക്ക് ഒരു നിയമദാതാവിനെ നിയോഗിക്കണമേ. തങ്ങൾ കേവലം മനുഷ്യരാണെന്ന് ജനതകൾക്ക് അതുവഴി ബോധ്യമാകട്ടെ. കർത്താവേ, അങ്ങ് എന്തുകൊണ്ട് ദൂരെ നിൽക്കുന്നു? ഞങ്ങളുടെ കഷ്ടതയുടെ കാലങ്ങളിൽ അങ്ങ് മുഖം തിരിച്ചത് എന്തുകൊണ്ട്? ദുഷ്ടന്റെ അഹന്തയിൽ ദരിദ്രൻ ഞെരുങ്ങുന്നു. അധർമ്മികൾ നടത്തിയ ദുരാലോചനയിൽ അവർ തന്നെ പിടിക്കപ്പെടും. ദുഷ്ടൻ തന്റെ ദുരാശകളിൽ വമ്പു പറയുന്നു. അധർമ്മി ദുഷ്ടതയിൽ തഴച്ചു വളരുന്നു. അവൻ കർത്താവിനെ കുപിതനാക്കുന്നു. അഹന്ത മൂലം അക്രമി ദൈവത്തെ തേടുന്നില്ല. അവന്റെ ചിന്തകളിലൊന്നും ദൈവത്തിന് സ്ഥാനമില്ല. അവന്റെ വഴികൾ എപ്പോഴും വികലമാണ്. അങ്ങയുടെ വിധി അവനെതിരെ ഉയർന്നിരിക്കുന്നു. എതിരാളികളെയെല്ലാം അവൻ നിന്ദിക്കുന്നു. ഒരു നാളും കുലുങ്ങുകയില്ലെന്ന് അവൻ ഹൃദയത്തിൽ പറയുന്നു. അവൻ തിന്മ വിചാരിക്കുന്നു. അവന്റെ വായിൽ ശാപം നിറഞ്ഞിരിക്കുന്നു. വഞ്ചനയും ദുഷ്ടതയും കാപട്യവും അവന്റെ നാവിലുണ്ട്. അവൻ കെണിയൊരുക്കി പതിയിരിക്കുന്നു. നീതിമാനെ ഒളിവിൽ നിഗ്രഹിക്കുന്നു. അവന്റെ കണ്ണുകൾ ദുർബലരെ നോട്ടമിടുന്നു. ദരിദ്രരെ വലവച്ചു പിടിക്കാൻ അവൻ പതിയിരിക്കുന്നു. അവൻ അപമാനിതനാവുകയും നിബദിക്കുകയും ചെയ്യും. അവന്റെ അസ്ഥികളിൽ രോഗങ്ങളും വേദനയും ഉണ്ടാകും. ദൈവമെല്ലാം മറന്നെന്നും മുഖം തിരിച്ചിരിക്കുകയാണെന്ന് ഒരിക്കലും കാണുകയില്ലെന്നും ഹൃദയത്തിൽ അവൻ പറയുന്നു. എന്റെ ദൈവമായ കർത്താവേ, എഴുന്നേറ്റ് കരമുയർത്തണമേ. ദുർബലനെ അങ്ങ് ഒരിക്കലും മറക്കരുതേ. അഗതി അങ്ങയുടെ പക്കൽ അഭയം തേടുന്നു. അനാഥന് അങ്ങ് സഹായകനാണല്ലോ. പാപിയുടെയും ദുഷ്ടന്റെയും കരബലം തകർക്കണമേ. അവരുടെ പാപങ്ങൾക്ക് അങ്ങ് അറുതി വരുത്തണമേ. കർത്താവ് എന്നേക്കും രാജാവാകുന്നു. അവിടുത്തെ ദേശത്ത് വിശ്വാസികളില്ലാതായി. കർത്താവേ, ദരിദ്രരുടെ പ്രാർത്ഥന ശ്രവിക്കണമേ. അവരുടെ ഹൃദയസന്നദ്ധത കണക്കിലെടുക്കണമേ. മനുഷ്യർ വീണ്ടും നശിക്കാതിരിക്കാൻ അനാഥർക്കും അഗതികൾക്കും നീതി നടത്തി കൊടുക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.
ശ്രവിച്ചെന്നിൽ കരുണ ചൊരിയണമേ. കാനാൻ സ്ത്രീ എന്നാൾ നിറയും വേദനയാൽ മിശിഹാനാഥനോടാ യാചിച്ചിടുകയാൽ ദാവീദിൻ സുതനേ എന്നിൽ കനിയണമേ. കർത്താവേ എന്നെ സഹായിക്കണമേ. വിശ്വാസത്തികവിൽ അവളന്നർത്ഥിക്കേ വൈദ്യോത്തമനീശോ സൗഖ്യം കനിവോടെ നൽകി സുതയെന്നാൾ രോഗവിമുക്തയുമായി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. തുണതൻ നീർച്ചാലേ രക്ഷാദായകനേ കനിയണമിവരിൽ നീ. മിഴിനീർ തൂഗീതാ കേഴുന്നനവരതം കരുണയൊഴുക്കണമേ. കരുണാനിധിയാം കർത്താവേ നിഞ്ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ. കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയഴും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, അങ്ങ് മൗനമായിരിക്കരുതേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, അങ്ങ് മൗനമായിരിക്കരുതേ. അങ്ങ് നിശബ്ദനായിരുന്നാൽ കുഴിയിലേക്ക് പോകുന്നവരോടൊപ്പം ഞാനും നശിച്ചു പോകും. ഞാൻ അങ്ങയുടെ പക്കൽ നിലവിളിക്കുന്നു, വിശുദ്ധാലയത്തിലേക്ക് കരങ്ങൾ ഉയർത്തുന്നു. എന്റെ യാചനയുടെ സ്വരം ശ്രവിക്കണമേ. കർത്താവാണ് എന്റെ സഹായവും ആശ്രയവും. എന്റെ ഹൃദയം കർത്താവിൽ
ശരണപ്പെടുന്നു. ശരീരം പുഷ്ടി പ്രാപിക്കുകയും ചെയ്യുന്നു. പ്രകീർത്തനങ്ങളാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അവിടുന്നാണ് തന്റെ ജനത്തിന്റെ ശക്തി, തന്റെ അഭിഷിക്തന്റെ രക്ഷകനും സഹായകനും. കർത്താവേ, അങ്ങയുടെ ജനത്തെ രക്ഷിക്കണമേ, അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ അങ്ങ് മേയ്ക്കണമേ, എന്നേക്കും നയിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവചരാചര സൃഷ്ടാവേ, നിൻ സത്യവർണ്ണ്യം അതിമഹനീയം. നിൻ സ്തുതി പാടാൻ തീർത്ഥവശക്തം ആരംഭവും മാനവഗണവും. യോഗ്യതയറ്റൊരു മാനവവംശം നിന്നുടെ ദയ തന്നാഴം കണ്ടു. സ്നേഹത്തികവേ നല്ലവനേ, നീ മർത്യസ്വഭാവം സ്വയമേറ്റു. മൃതിയാൽ മൃത്യുവിനപജയമേറ്റി രക്ഷകനാം നീ സ്വർഗം പോകി. ഉന്നത നൃപനും നാദനുമാം നീ ഉന്നത വേദിയിൽ ഉപവിഷ്ടനുമാ. കർത്താവാം നിൻ തിരുസവിധത്തിൽ ദൂതർ നിതരാം ഘോഷിക്കുന്നു. താതൻ പുത്രൻ റൂഹായാകും ദൈവം നിത്യം പരിശുദ്ധൻ താൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഓരോരുത്തരും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ. എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല. നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ്. തന്നിമിത്തം അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെയാണ് ധിക്കരിക്കുന്നത്. ധിക്കരിക്കുന്നവൻ തങ്ങൾക്ക് തന്നെ ശിക്ഷാവിധി വരുത്തിവെക്കും. സത്പ്രവർത്തികൾ ചെയ്യുന്നവർക്കെല്ലാം ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവർക്കാണ് അധികാരികൾ ഭീഷണിയായിരിക്കുന്നത്. നിനക്ക് അധികാരിയെ ഭയപ്പെടാതെ കഴിയണമെന്നുണ്ടോ? എങ്കിൽ നന്മ ചെയ്യുക. നിനക്ക് അവനിൽ നിന്ന് ബഹുമതി ഉണ്ടാകും. എന്തെന്നാൽ അവൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ശുശ്രൂഷകനാണ്. എന്നാൽ നീ തിന്മ പ്രവർത്തിക്കുന്നുവെങ്കിൽ പേടിക്കണം. അവൻ വാൾ ധരിച്ചിരിക്കുന്നത് വെറുതെ അല്ല. തിന്മ ചെയ്യുന്നവനെതിരായി ദൈവത്തിന്റെ ക്രോധം നടപ്പാക്കുന്ന ദൈവ ശുശ്രൂഷകനാണവൻ. ആകയാൽ ദൈവത്തിന്റെ ക്രോധം ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല, മനസാക്ഷിയെ മാനിച്ചും നിങ്ങൾ വിധേയത്വം പാലിക്കുവിൻ. നിങ്ങൾ നികുതി കൊടുക്കുന്നതും ഇതേ കാരണത്താൽ തന്നെ. എന്തെന്നാൽ അധികാരികൾ ഇക്കാര്യങ്ങളിൽ നിരന്തരം ശ്രദ്ധ വയ്ക്കുന്ന ദൈവ ശുശ്രൂഷകരാണ്. ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കുവിൻ. നികുതി അവകാശപ്പെട്ടവന് നികുതി, ചുങ്കം അവകാശപ്പെട്ടവന് ചുങ്കം, ആദരം അർഹിക്കുന്നവന് ആദരം, ബഹുമാനം നൽകേണ്ടവന് ബഹുമാനം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്കായ എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഏക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും
ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളെ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ